നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളുമായി സഖ്യത്തിനൊരുങ്ങുകയാണ് LDF, UDF മുന്നണികൾ. SDPIയുമായി സഖ്യത്തിനില്ലെന്ന് ഇരു മുന്നണികളും ആവർത്തിക്കുമ്പോൾ സംസ്ഥാനത്ത് UDF സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് SDPI. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. രഹസ്യധാരണകൾ പരസ്യമാകുന്നുവോ? വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം അനിവാര്യമോ? വിധ്വംസക ശക്തികൾക്ക് അടിമപ്പെടുന്ന രാഷ്ട്രീയമോ കേരളത്തിൽ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, കോൺഗ്രസിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് സേനാപതി വേണു, SDPI പ്രതിനിധിയായി മുസ്തഫ കൊമ്മേരി, LDFന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ്. പ്രേക്ഷകർക്കും അതിഥികൾക്കും ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ സേനാപതി വേണു, ഇത്തവണ SDPI ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, പരസ്യ പിന്തുണ UDFന് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ നിലപാട്? രോഹിണി, വളരെ കൗതുകകരമായിട്ടാണ് ഇന്നലെ ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നിയത്. തെരഞ്ഞെടുപ്പിന് ഇനി 26 ദിവസം, ഇന്ന് 2-ാം തീയതി, 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഇനി 10-24 ദിവസം കൂടിയുണ്ട്. എന്താണ് SDPI ഇങ്ങനെ UDFന് ഞങ്ങൾ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ അത്ഭുതം തോന്നി. അതിൻ്റെ അകത്ത് കൗതുകവും അത്ഭുതവും തോന്നി. കാരണം കേരളത്തിൽ നമുക്കറിയാം SDPI എന്ന് പറയുന്ന സംഘടന ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ പ്രവർത്തനം അത് CPM-ഉമായി ചേർന്നുകൊണ്ടാണ്. ഇടതുമുന്നണി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, CPM-ഉമായി ചേർന്നുകൊണ്ടാണ്. അപ്പോ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ ജയശങ്കർ വക്കീലൊക്കെ പല ചാനൽ ചർച്ചകളിലും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, പകല് DYFI-കാരായിട്ട് നടക്കുന്ന ആളുകളാണ് നേരം വൈകുമ്പോഴേക്കും SDPI-യുടെ കൊടിയും പിടിച്ച് ഇല്ലെങ്കിൽ SDPI-യുടെ പ്രവർത്തനവുമായിട്ട് നടക്കുന്നത്. നമ്മള് ബാലുശ്ശേരിയിൽ ഒരു CPM പ്രവർത്തകനെ തല്ലിച്ചതച്ച ഒരു കഥ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ്. അപ്പൊ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പം പ്രതികളും ഇവരെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഒരേ പ്രത്യയ ശാസ്ത്രത്തിൽ ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. ഇപ്പോ ഞാൻ ഇടുക്കിയിലാണ്. ഇടുക്കിയോട് ചേർന്നുള്ള സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ നമ്മുടെ ഈരാറ്റുപേട്ട. പത്തനംതിട്ടയാണ് പാർലമെന്റ് മണ്ഡലമെങ്കിലും കോട്ടയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിലൊക്കെ വളരെ പരസ്യമായ ബാന്ധവമാണ് SDPIയും CPM-ഉമായിട്ടുള്ളത്. അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് വളരെ കൗതുകരമായിട്ട് തോന്നുന്നത്, ഇതെങ്ങനെയാണ് നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സംശയിക്കുന്നത് ഇത് CPM-ഉമായിട്ട് നടത്തിയിട്ടുള്ള ഒരു അന്തർധാരയുടെ ഒരു പ്രഖ്യാപനമാണോ? ഞങ്ങളെ ഒന്ന് മോശക്കാരാക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒന്ന് മോശക്കാരാക്കാൻ CPM-ഉമായിട്ട് നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞങ്ങളുടെ ഒരു നേതാവോ ഞങ്ങളുടെ പാർട്ടിയോ ഔദ്യോഗികമായോ ഔപചാരികമായോ SDPI-യുമായി ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾ അവരുമായി ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയവുമായി അവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. എന്ത് സാഹചര്യത്തിലാണ് SDPI ഇങ്ങനെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്? ഇനി ഒരു ജനാധിപത്യ രാജ്യത്ത് അവരും അവരുടെ പ്രത്യയശാസ്ത്രം അതൊക്കെ എന്തുമാകട്ടെ, അവരും ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു പാർട്ടി എന്ന നിലയിൽ അവരേത് സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് ഇവിടെ SDPI-യുടെ പ്രതിനിധിയുണ്ട്, അദ്ദേഹം അത് വെളിപ്പെടുത്തട്ടെ. ഏതായാലും ഞങ്ങളൊരു കാര്യം പറയുന്നു, SDPI-യുമായി ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങൾ അവരുമായിട്ട് ഒരു ബാന്ധവത്തിനുമില്ല. ഞങ്ങളുടെ ഒരു നേതാക്കളും, ഞങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, അവരുമായി ഞങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് അലയൻസിൽ ഞങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. അവരെന്ത് സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് അവരുടെ നേതാവ് തന്നെ വെളിപ്പെടുത്തട്ടെ എന്നാണ് ഒന്നാം ഫേസിൽ എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രോഹിണി. ശരി. ശ്രീ മുസ്തഫ കൊമ്മേരി, CPM-നെയും കോൺഗ്രസിനെയും കാണുന്നത് BJP-യെ എതിർക്കുന്ന ചേരികൾ എന്നുള്ള നിലയ്ക്കായിരുന്നല്ലോ. അന്ന് പത്രസമ്മേളനത്തിലും അങ്ങനെയാണ് SDPI വ്യക്തമാക്കിയത്. പക്ഷേ UDFനെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിലേക്ക് എത്താം. ശ്രീ സേനാപതി വേണുവിലേക്ക് തന്നെ പോവുകയാണ്. എന്തായാലും അദ്ദേഹം അതിനുള്ളൊരു വിശദീകരണം നൽകട്ടെ. പക്ഷേ നമ്മൾ ഇന്നലെ മുതൽ കാണുന്നതാണ്, അതായത് SDPI പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് മുതൽ ആദ്യം MM ഹസൻ, VD സതീശൻ തുടങ്ങിയവരുടെ പത്രപ്രസ്താവനകൾ വന്നു. മാധ്യമങ്ങൾക്ക് മുൻപാകെ അവർ വന്നു. അവർ പറഞ്ഞതൊക്കെ ഒരു കക്ഷി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, അതിന് ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ സേനാപതി വേണു, പരസ്യമായി ആ പിന്തുണ നിരാകരിച്ചുകൂടെ? അല്ല രോഹിണി, ജനാധിപത്യത്തിൽ വോട്ടാണ് പരമപ്രധാനം. വോട്ടിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നാളെ ഞങ്ങൾ പറയുന്നു, RSS പറയുക ഞങ്ങൾ ഇനി കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത്, അതല്ല എങ്കിൽ ഇനി വേറെ ഏതെങ്കിലും സംഘടന പറയുകയാണ്, ഹിന്ദു ഐക്യവേദി പറയുകയാണ്
ഞങ്ങൾ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയത്തില്ല. ജനാധിപത്യത്തിൽ വോട്ട് എന്ന് പറയുന്ന ഒരു പൗരന്റെ വോട്ട് എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ആരെങ്കിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് അത് നിരാകരിക്കേണ്ട ഒരു ആവശ്യം തെരഞ്ഞെടുപ്പിലില്ല. കാരണം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനല്ല, അത് മാവോയിസ്റ്റുകളൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനം നടത്തുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനല്ല, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളെ ഇനിയിപ്പോൾ ആരെങ്കിലും പറയുകയാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ ഇന്നവർ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ വോട്ട് വേണ്ട എന്ന്, കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ വോട്ട് ചെയ്യുന്നയാൾ അത് രഹസ്യ ബാലറ്റാണ്. ആ രഹസ്യ ബാലറ്റിലൂടെ പക്ഷെ ഞാൻ രോഹിണി പക്ഷേ ശ്രീ സേനാപതി വേണു, അതൊക്കെ വ്യക്തികളുടെ താല്പര്യമാണ്, ശരിയാണ്, രഹസ്യ ബാലറ്റാണ്, ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ കക്ഷിയാണ്, രാഷ്ട്രീയ കക്ഷി മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് വി.ഡി. സതീശൻ പറഞ്ഞത് തീവ്രവാദ സ്വഭാവമുള്ള കക്ഷികളുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അത് CPM-നാണ് എന്നുള്ളതാണ്. ഞാൻ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിസ്സംശയം നിരാകരിക്കുന്നില്ല? കാരണം PFIയുടെ ഒരു രാഷ്ട്രീയ മുഖമാണല്ലോ SDPI. തീർച്ചയായും പറയാം ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന്. ഒരു നേതാവിന്റെ ഭാഗത്തു നിന്ന് പോലും അത്തരം ഒരു വാചകം കേട്ടതേയില്ലല്ലോ. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പിന്നെയും ആവർത്തിക്കുന്നു. ഇപ്പോ രോഹിണി അങ്ങ് വിചാരിക്കുന്നുണ്ടോ SDPI എന്ന് പറയുന്ന കക്ഷി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസ് UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് ഇവർ UDF-ന് വോട്ട് ചെയ്യാൻ വേണ്ടിയല്ലോ ആണോ ഈ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്റെ ഒരു രാഷ്ട്രീയ അനുഭവം, ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ, ഉടുമ്പൻചോലയിൽ. ഞാൻ ചെറിയ വോട്ടിന്റെ മാർജിനിലാണ് തോറ്റുപോയ, ഒരു 1109 വോട്ടിന്റെ മാർജിനിലാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആ തെരഞ്ഞെടുപ്പിൽ SDPI CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വളരെ പരസ്യമായി അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്നതിൽ അവരുടെ അവകാശത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ 140 മണ്ഡലങ്ങളിൽ 90 മണ്ഡലങ്ങളിലും CPM-ന് SDPIയുടെ സഹായം ഉണ്ടായിരുന്നു എന്നത് റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നതാണ്. അതിൽ സംശയമില്ല. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് അത്രയും വലിയൊരു ബാന്ധവം CPM-ഉമായിട്ടുണ്ടായിരുന്ന SDPIക്ക് വളരെ പെട്ടെന്ന് എന്തുകൊണ്ട് UDF-ന് പിന്തുണയുമായിട്ട് അവർ വരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്റെ ഒരു രാഷ്ട്രീയ കാൽക്കുലേഷനിൽ അതൊരിക്കലും ഞങ്ങളെ സഹായിക്കാനായിട്ടല്ല, അങ്ങനെ സഹായിക്കാനായിട്ടാണ് എന്ന് ഞാൻ കരുതുന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, V.D. സതീശൻ പറഞ്ഞത് ഞങ്ങൾ ആവർത്തിക്കുന്നു. ആരെങ്കിലും ഞാൻ നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിന്റെ വോട്ട് വേണ്ട എന്ന് ജനാധിപത്യത്തിൽ പറയുന്നത് അത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. വോട്ട് വേണ്ട, വോട്ട് നിരാകരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിന് അനുഗുണമല്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഞങ്ങൾ വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ സുവ്യക്തമായിട്ട് പറയുന്നു, SDPI പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടുകൾ അത് തികച്ചും വർഗീയമാണ്. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും എല്ലാ വർഗീയതയും അതിനെതിരെ സന്ധിയില്ലാതെ നിലപാടുകൾ സ്വീകരിക്കുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കടമയും കർത്തവ്യവും. ഞങ്ങൾ അതിൽ നിന്ന് മാറിയ ശ്രീ സേനാപതിയോട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി അടുത്ത ഘട്ടത്തിലേക്ക് എത്താം. എന്നാലും ഒരു സംശയം, താങ്കൾ പറഞ്ഞു ജനാധിപത്യ വ്യവസ്ഥയിൽ ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നിരാകരിക്കില്ല എന്ന്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമില്ലേ പൊതുസമൂഹത്തോട്? തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ, SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളെ ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ പിന്തുണയോടുകൂടി SDPI ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. കാരണം അവരുടെ കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അത് CPM-ഉമായിട്ടാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ശ്രീ മുസ്തഫ കൊമേരി, എന്തുകൊണ്ട് UDF? ഇന്ത്യ രാജ്യത്ത് ഭരണഘടന നിലനിൽക്കണം എന്നുള്ള പ്രധാന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യവ്യാപകമായി എല്ലാ പ്രസ്ഥാനങ്ങളും, കഴിഞ്ഞ ദിവസം രാംലീല മൈതാനത്ത് നമ്മൾ കണ്ടതാണ്, 18ഓളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്ന്, ബദ്ധവൈരികളായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്ന് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി സാധ്യമാകുന്ന പരമാവധി പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് BJP-ക്കെതിരെ, NDA-ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റം ഒരു ഭാഗത്തുള്ള പ്രശ്നമാണ്, കർഷകദ്രോഹ നടപടികൾ ഒരു ഭാഗത്തുള്ള പ്രശ്നമാണ്, പാചകവാതകത്തിനും പെട്രോളിനും ഡീസലിനുമുള്ള വിലവർധനവ് മറ്റൊരു ഭാഗത്തുള്ള പ്രശ്നമാണ്, CAA പൗരത്വ വിഷയം വേറൊരു ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ്. നിരപരാധികളായിട്ടുള്ള ആളുകളെ പിടികൂടി ജയിലിലടക്കുന്ന സമീപനം ഒരു ഭാഗത്തുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരെ BJP-ക്കെതിരെ, മോദിക്കെതിരെ, സംഘപരിവാറിനെതിരെ വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ മുഴുവൻ ED-യെയും NIA-യും ഉപയോഗപ്പെടുത്തി ജയിലിലടക്കുന്ന സമീപനം ഒരു ഭാഗത്തുണ്ട്. ഇതിനെതിരെ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്.
അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ ചർച്ച ചെയ്ത് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന UDFന് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ നൽകാൻ വേണ്ടി. അത് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്. അവിടെ അവർ ഒരുമിച്ചിട്ടാണ്. രാജസ്ഥാനിലെ CPM കോൺഗ്രസും ഒരുമിച്ചിട്ടാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അതുപോലെ കോൺഗ്രസും CPM ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അതിന് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനാധിപത്യം നിലനിർത്താനും മതേതരത്വം നിലനിർത്താനും നമ്മുടെ ഭരണഘടന നിലനിർത്താനും ഭരണഘടന സംരക്ഷിക്കാനും വേണ്ടി BJPക്കെതിരെ NDAക്കെതിരെ മോദിക്കെതിരെ സാധ്യമാകുന്ന വോട്ടുകൾ സ്വരൂപിക്കുക എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മൾ കണ്ടതാണ് ഇരു മുന്നണികളും അത് തള്ളുന്ന കാഴ്ച. തള്ളുക എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുൻപാകെ അവർ പറയുന്നത് തീവ്രവാദ സ്വഭാവമുള്ള ഒരു കക്ഷികളുമായും തങ്ങൾക്ക് കൂട്ടുകെട്ടില്ല. LDF ഇവിടെ ആരോപിക്കുന്നത്, CPM ഇവിടെ ആരോപിക്കുന്നത് UDF ബാന്ധവമാണ്, UDF തിരിച്ചും SDPI CPM ബാന്ധവമാണ് എന്ന് പറഞ്ഞ് തമ്മിൽ കൈയൊഴിയുന്ന സാഹചര്യമാണ്. പക്ഷേ ഏതൊക്കെ മണ്ഡലങ്ങളിൽ SDPI തങ്ങളെ സഹായിക്കുമോ അത് രഹസ്യമായി വോട്ടാക്കാം എന്നുള്ള ഒരു ധാരണ ഇവർക്ക് ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇതിങ്ങനെ നിരാകരിക്കുന്നത്? SDPI വാർത്താ സമ്മേളനം നടത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. അതോടൊപ്പം തന്നെ CPM മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനകളും താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. ഇവരൊക്കെ ഇതിനെ അനുകൂലിക്കുന്ന ഒരു സമീപനമല്ലല്ലോ പറഞ്ഞത്. അതെന്തുകൊണ്ടായിരിക്കാം? SDPIയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ചിത്രം അത്തരം ആൾക്കാർക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ 24 സംസ്ഥാനങ്ങളിലും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അവിടെ DMK മുന്നണിയിലാണ് SDPI മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിണ്ടിഗലിൽ അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ആ മുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് SDPI മത്സരിക്കുകയാണ്. തൊട്ടടുത്ത കർണാടകയിൽ 6ഓളം പഞ്ചായത്തുകൾ SDPI ഭരിക്കുന്നുണ്ട്. നിരവധി പഞ്ചായത്തിൽ കോൺഗ്രസും ജനതാദളും BJPക്കെതിരെ അവിടെ സപ്പോർട്ട് നൽകിക്കൊണ്ട് കർണാടകയിലും SDPI ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ 9 സംസ്ഥാനങ്ങളിൽ 964 മെമ്പർമാരുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ജനപ്രതിനിധികൾ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശിൽ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ജില്ലാ പഞ്ചായത്തിൽ 3 ജില്ലാ പഞ്ചായത്തിൽ SDPIക്ക് ജനപ്രതിനിധികളുണ്ട്. കേരളത്തിലൊരു MLAയുടെ പവറുള്ള രീതിയിലുള്ള അത്രയും വോട്ട് ബാങ്കുള്ള പ്രദേശത്ത് 3 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുള്ള പാർട്ടിയാണ് SDPI. കേരളത്തിൽ 103 അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിൽ 103 ജനപ്രതിനിധികളുള്ള പാർട്ടിയാണ് SDPI. വളരെ വ്യവസ്ഥാപിതമായി ജനാധിപത്യ രീതിയിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്ന പാർട്ടി ആയിക്കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ SDPIക്ക് ഒരു വ്യക്തമായ നിലപാട്, സ്ഥായിയായ നിലപാട് കൈക്കൊള്ളാൻ പാടില്ലേ? പല മണ്ഡലങ്ങളിലും പല രീതിയിൽ, ഒരിടത്ത് CPMന് ഒരിടത്ത് കോൺഗ്രസിന്. ഈ ഒരു നിലപാട് എന്തിനാണ്? അതുകൊണ്ടാണല്ലോ ഇവർ പരസ്പരം ആരോപിക്കുന്നത് സീറ്റ് നിലയിലുള്ള വ്യതിയാനം വരുന്നത് SDPIയുടെ പിന്തുണയുള്ളതുകൊണ്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം നമുക്കറിയാം CPMനെ സഹായിക്കുന്നത് പലയിടത്തും SDPI ആണ് എന്നുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും മഞ്ചേശ്വരത്തും ലീഗിനെ പിന്തുണച്ചു, പാലക്കാട് ഷാഫി പറമ്പിലിനെ പിന്തുണച്ചു. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ SDPI CPM പിന്തുണ നേടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ പല മണ്ഡലങ്ങളിൽ പല സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിലപാടുകളിൽ വ്യത്യാസം വരുന്നത്? കേരളത്തിൽ കൃത്യമായി പാർട്ടി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDFന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് പാർട്ടി പ്രഖ്യാപിച്ചുള്ളത്. SDPIയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. താങ്കൾ ഇപ്പോൾ കേട്ട് കാണും കോൺഗ്രസ് പ്രതിനിധിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. ഞങ്ങൾ ആരുടെയും പിന്തുണ തേടിയിട്ടില്ല, അവർ പിന്തുണ പ്രഖ്യാപിച്ചു. ജനാധിപത്യപരമായി ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട്. പക്ഷേ SDPIയുടെ ഈ പിന്തുണയെ ഞങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത് എന്നാണ് ശ്രീ സേനാപതി വേണു പറഞ്ഞത്. കാരണം CPMുമായുള്ള ബാന്ധവം താങ്കൾക്ക് അറിയാവുന്നതാണ്. SDPI ഇപ്പോൾ UDFന് നൽകിയിരിക്കുന്ന ഈ പിന്തുണയിൽ ചില സംശയങ്ങളുണ്ട് എന്ന് പറയുന്നു. SDPIയുടെ നിലപാട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് നോക്കിയിട്ടല്ലോ. രാജ്യത്തിൻ്റെ സമൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ച് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് പറയുന്നു.
CAA നടപ്പിലാക്കില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ന്യൂനപക്ഷങ്ങളും മതന്യൂനപക്ഷങ്ങളും അതുപോലത്തെ ദലിത് വിഭാഗങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന അത്തരം കാര്യങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതാണ്. അത് പാർട്ടിയുടെ ഒരു നിലപാട്. ആ നിലപാട് 20 മണ്ഡലങ്ങളിലും കൃത്യമായി UDF-ന് വോട്ട് നൽകുക എന്നുള്ളതാണ് SDPയുടെ നിലപാട്. ശരി, ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ LDF-നും UDF-നും SDPI പല ഘട്ടങ്ങളിലും വോട്ട് നൽകി സഹായിച്ചിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ തന്നെ. അതൊക്കെ പരസ്യമായ രഹസ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇരുവർക്കും അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. പലപ്പോഴും അവർ അത് പത്രങ്ങളുടെ മുൻപാകെ, മാധ്യമങ്ങൾക്ക് മുൻപാകെ അത് മാറ്റി പറയുന്നു. ഞങ്ങൾക്ക് യാതൊരു തീവ്രവാദ ശക്തികളുമായി ബന്ധമില്ല എന്ന് പറയുന്നു. പക്ഷേ അത് പരസ്യമായി നിരാകരിക്കാൻ തയ്യാറാകുന്നുമില്ല. ഇരു മുന്നണികൾക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുഖ്യം തന്നെയാണ്. പക്ഷേ അത് പരസ്യമായി പറയുന്നില്ല. രോഹിണി, നമ്മൾ പൊതുവെ സമൂഹത്തിലൊരു കാര്യം പറയും. മാനസിക നില വൈകല്യമുള്ള ആളുകൾ എപ്പോഴും പറയുക അവർക്ക് മാനസിക നില വൈകല്യമുണ്ട് എന്നല്ല. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പുറത്ത് കുഴപ്പമുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഡോക്ടർക്കും അവരെ കൊണ്ടുപോയ ആളുകൾക്കൊക്കെ അറിയാം മാനസിക നില വൈകല്യമുള്ളത് ഈ പറയുന്ന വ്യക്തിക്കാണെന്ന്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് സംഘടനയും ഈ മാനസിക വൈകല്യം അഭിനയിക്കുന്ന ആളുകളാണ് ഈ തീവ്രവാദ രാഷ്ട്രീയ സംഘടനയുടെ അക്കാര്യത്തിൽ. ഇവർ പല സ്ഥലത്തും കോൺഗ്രസ്സാണ് പകല്, ഇവർ പല സ്ഥലത്തും കമ്മ്യൂണിസ്റ്റാണ് പകല്. രാത്രിയുടെ മറവിൽ വാളും വെട്ടൂത്തിയുമായി എടുത്ത് മനസമാധാനം നാട്ടുകാരുടെ കളയുക എന്നുള്ളത് ഒരു ദൗത്യമായിട്ടെടുത്ത് അതിനെ എന്താ പറയുക, ശിരസാ വഹിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സംഘടനയാണ്. സേനാപതി വേണു പറഞ്ഞു, ജനാധിപത്യത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു. സേനാപതി വേണു ജനാധിപത്യമെന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. ആണത്തത്തോടുകൂടി നട്ടല്ലോടുകൂടി പറയണമായിരുന്നു ഈ മത തീവ്രവാദ രാഷ്ട്രീയ സംഘടനയുടെ അവലും മലരും എടുത്തു വെച്ചോ കുന്തിരിക്കയും എടുത്തു വെച്ചോ നിങ്ങളെ കേരളത്തിൽ ഞങ്ങളിങ്ങനെ അരിഞ്ഞു കൊഴുത്തുമെന്ന് പരസ്യമായ മുദ്രാവാക്യത്തിലൂടെ നിങ്ങളിലേക്ക് ഈ കൃത്യമായ സന്ദേശം എത്തിച്ച ഈ പരസ്യമായ ഈ രാഷ്ട്രീയ വർഗീയ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള നട്ടല് കാണിക്കണമായിരുന്നു നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ. തെരഞ്ഞെടുപ്പല്ലേ, ഏത് കള്ളൻ്റെയും വോട്ട് സ്വീകരിക്കുമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ള സേനാപതി വേണം? ആരാ SDPI? ഞങ്ങൾക്കത് മറക്കാൻ സാധിക്കില്ല രോഹിണി. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സഞ്ജിത്തിനെ മറക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് രഞ്ജിത്ത് ശ്രീനിവാസിനെ മറക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് പാലക്കാട് ശ്രീനിവാസേട്ടനെ മറക്കാൻ സാധിക്കില്ല. ഈ സേനാപതി വേണുവിൻ്റെ പാർട്ടി പുന്ന നൗഷാദിനെ കൊന്നത് ആരാന്ന് അവരൊന്ന് മനസ്സിലാക്കിയാൽ മതി. പണ്ട് കാസർഗോഡുള്ള ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് ജോസഫ് മാഷ്ട കൈവെട്ടിയ ചരിത്രം, അവലും മലരും കുന്തിരിക്കവും ഇതൊക്കെ ഞങ്ങളൊക്കെ ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മറക്കുക. എന്നിട്ട് SDPയുടെ നേതാവ് പറയുകയാണ് ഞങ്ങൾ വലിയ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ശരിയാ, നിങ്ങളുടെ ഡെമോക്രസി എന്ന് പറയപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ, നിങ്ങളുടെ മത തീവ്രവാദ രാഷ്ട്രീയ സംവിധാനത്തിനും ചിന്താഗതിക്കും എതിരെ നിൽക്കുന്നവരെ വെട്ടിക്കൊന്നും തല്ലിക്കൊന്നും സമൂഹത്തിന് മുമ്പിൽ അരാജകത്വമുണ്ടാക്കിയും വലിയ പ്രതിസന്ധികൾ ഈ മനസമാധാനത്തിന് ഉണ്ടാക്കി തീർക്കുന്ന നിങ്ങളുടെ ശൈലിയെ ആർക്കും അറിയില്ല. പലർക്കും അതറിയില്ലായിരുന്നു, പക്ഷേ ഇന്നത് പലവർക്കും അറിയാം. കാരണം എന്തെന്നറിയോ? പരസ്യമായി നിങ്ങളുടെ കച്ചവടം നിങ്ങൾ തുടർക്കുകയാണ്. എന്ത് വ്യാപാരം? തലച്ചോറിനെ വെട്ടിവീഴ്ത്തുന്ന വ്യാപാരത്തിൻ്റെ കച്ചവടം. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സേനാപതി വേണുവും സേനാപതിയുടെ നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ മാതൃസംഘടനയായിട്ടുള്ള PFI അതിനെ 100% നിരോധിച്ചിരിക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയോ? അവരുടെ ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ. നിങ്ങളിവിടെ പ്രാണപ്രതിഷ്ഠ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ഒരു പ്രാണപ്രതിഷ്ഠ വന്ന സമയത്ത് അതിന് പോവാനായിട്ട്, അല്ലെങ്കിൽ അതിന് പോവാൻ നിങ്ങൾക്ക് നേരെ വല്ല പോയവരെ പുച്ഛിക്കാനും കളിയാക്കാനും അതിന് നിങ്ങൾ സൂത്രം പറഞ്ഞ് കളിച്ചല്ലോ. നിങ്ങൾക്ക് ചങ്കുറ്റുണ്ടോ? ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള നട്ടലുണ്ടോ നിങ്ങൾക്ക്? അവലും മലരും കൊണ്ട് നടക്കുന്ന ഹൈന്ദവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, കുന്തിരിക്കം കൊണ്ട് നടക്കുന്ന ക്രൈസ്തവൻ്റെ ഞങ്ങൾക്ക് വോട്ട് വേണ്ട. നട്ടലുണ്ടെങ്കിൽ പറയാൻ പറ സേനാപതി വേണു നിങ്ങളുടെ നേതാക്കന്മാരോട്. പറയില്ലല്ലേ? അപ്പോൾ നിങ്ങൾക്കതിനകത്ത് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്.
നിങ്ങൾക്കതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്കതിനകത്ത് കൃത്യമായ വർഗീയ അജണ്ടയുണ്ട്, നിങ്ങൾക്കതിനകത്ത് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ട്. എന്താ പ്ലാനിംഗ് എന്നറിയോ? ഈ നാടിനെ വെട്ടിമുറിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും 10 വോട്ട് മേടിച്ച് ജയിച്ചാൽ മതി എന്നുള്ള പ്ലാനിങ്ങാണ്. ഇവിടെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ തീവ്രവാദ മതസംഘടന എങ്ങനെ വളർന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇവരെ യാതൊരുവിധ കാരണവശാലും ഒരു നല്ല മുസ്ലിം ഇവർ അംഗീകരിക്കുന്നില്ല, നല്ല ക്രൈസ്തവൻ ഇവർ അംഗീകരിക്കുന്നില്ല, നല്ല ഹൈന്ദവൻ ഇവർ അംഗീകരിക്കുന്നില്ല, നല്ല സമൂഹവും ഇവർ അംഗീകരിക്കുന്നില്ല. ഇവരെ അംഗീകരിക്കുന്നത് ഇവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം പറയുന്ന ശൈലിയുള്ള രാഷ്ട്രീയമൊന്നുമല്ല. ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ അരുങ്കൊല ചെയ്യുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഭാരതത്തിൽ ജനിച്ച ഭാരതത്തിനെതിരായ ആശയങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുന്നത്? ആ പാവപ്പെട്ട ജോസഫ് മാഷ് നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയത് ഏത് രാഷ്ട്രീയത്തിൻ്റെ മതം എന്ന് പറയപ്പെടുന്ന സംഭവത്തെ തലച്ചോറിനകത്ത് കയറ്റി അതിങ്ങനെ പരത്തി അതിലൂടെ ജനങ്ങളെ എങ്ങനെ കൊല്ലുക എന്ന് പറയപ്പെടുന്നത് വളരെ ആഘോഷമായി നടക്കുന്നവർ. ഇവർ മുദ്രാവാക്യം വിളിക്കും പരസ്യമായിട്ട്. ഈ സേനാപതി വേണുവിൻ്റെ പാർട്ടി ഇവിടെ നേതൃത്വത്തിൽ ഇരുന്നാൽ പോലും അവരതിന് പ്രതികരിക്കില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ ഇരുന്നാൽ പ്രതികരിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ്സുകാരും വളമിട്ട് വളർത്തിയ മത തീവ്രവാദ രാഷ്ട്രീയ സംഘടനയാണ് ഇവർ. ഇന്ന് ഇവരുടെ പിന്തുണ വാങ്ങിക്കുമ്പോൾ ഇവർ നിരവധി ഇലക്ഷനുകളിൽ ഇവരുടെ പിന്തുണകൾ വാങ്ങിച്ചിട്ടുണ്ട്, നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ഇവർ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇന്നവർ പരസ്യമായി പറയുന്നുവെന്ന് മാത്രം. ആ പരസ്യമായി പറയുന്നതിലേക്ക് അവർ എത്തിയിട്ടുള്ളത് അവർക്കറിയാം ഈ കേരളത്തിനകത്ത് അവർ നടത്തിയ സകലവിധ വൃത്തികേടുകൾക്കും എല്ലാറ്റിനും കൂട്ടുനിന്നിട്ടുള്ളത് അധികാരവർഗത്തിലിരിക്കുന്ന കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ്. ഇവർ കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലും അതൊരു പുതിയ കാര്യമല്ല. ആ കാര്യം ഇവിടെ നിരവധി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നവർ പരസ്യമായി പറഞ്ഞ സമയത്ത് ഇവർ പറയുന്നു ഞങ്ങൾക്ക് തീവ്രവാദി സംഘടനയുടെ വോട്ട് വേണ്ട, തീവ്രവാദി സ്വഭാവമുള്ളവരുടെ വോട്ട് വേണ്ട. ഇതൊക്കെ ഇവർ പറയും. തലയിൽ മുണ്ടിട്ട് ഇവരുടെ അടുത്ത് പോയി വോട്ട് മേടിച്ച ചരിത്രം എത്രയുണ്ട്? ഈ കർണാടക തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഒപ്പം നിന്നിട്ടല്ലേ ഈ കോൺഗ്രസ് പാർട്ടി മത്സരിച്ച്? അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം അങ്ങനെയാണ്. ഭർത്താവിനെ കൊന്ന പാർട്ടിയാണ് DMK എന്ന് പറഞ്ഞ് DMKക്കെതിരെ വലിയ ആഞ്ഞടിച്ച സോണിയാഗാന്ധി ഇന്ന് DMKയുടെ കൂടെയല്ലേ രാഷ്ട്രീയ പ്രചരണം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അടുത്ത എല്ലാ തീരുമാനങ്ങളും ഇവരെടുത്ത രാഷ്ട്രീയ നയങ്ങളെല്ലാം ഈ തീവ്രവാദ മതസംഘടനകൾക്ക് അനുകൂലമായിട്ടുള്ള ശൈലിയാണ്. ഞങ്ങൾ കൃത്യമായി പറയും, ഞങ്ങളുടെ BJP രാഷ്ട്രീയമാണ് രോഹിണി ഈ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുക. ഞങ്ങൾ പറയുന്നു ഇതുപോലെയുള്ള മത തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്നേ. ഞങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ സേനാപതി വേണുവിന്റെ ജനാധിപത്യം ഇല്ല കേട്ടോ, കൃത്യമായ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വികസനത്തിനെ അംഗീകരിക്കുകയും ദേശീയത എഴുതി വെച്ചോ ദേശീയതയെ അംഗീകരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനയാണ്. ആ രാഷ്ട്രീയ സംഘടനയോട് വിശ്വാസമുള്ളവരുടെ വോട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടു. കൃത്യമായ സ്റ്റാൻഡാണ്. 2, ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം രോഹിണി, ഞങ്ങൾക്കൊരു മതത്തിനോടോ ജാതിയോടോ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. ഞങ്ങളൊരു ഗണപതി ഹോമം നടത്തിയതിന്റെ പേരിൽ ഒരു സ്കൂൾ മാനേജരെ തല്ലാൻ പോകുന്നതിനോട് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കില്ല. അത് കൊടുത്തവരും അതിനെതിരെ പ്രതികരിക്കാത്തതും ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ ഈ റംസാൻ കാലഘട്ടത്തിൽ എല്ലാ സ്കൂളുകളിലും നോമ്പ് നടത്തണം, നല്ല കാര്യം. അവരുടെ വിശ്വാസത്തെ അവർ അംഗീകരിക്കണം, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒരു ക്രിസ്ത്യൻ സമൂഹം ഒരു വിശ്വാസമായി മുന്നോട്ട് പോകുന്നു, അംഗീകരിക്കുന്നു. മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ഗണപതി ഹവനം നടത്തിയ സമയത്ത് അതിനെ ചവിട്ടി മതിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് ഹൈന്ദവനായതുകൊണ്ട് അതിനെതിരെ ശക്തമായി നിൽക്കുകയും അത് ചെയ്തവരെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ മിണ്ടാതിരുന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തോട് ചോദ്യചിഹ്നമായി ഞങ്ങൾ ചോദിക്കണ്ടേ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, മത തീവ്രവാദ വർഗീയവാദ സ്വഭാവം മാത്രം, അത് അടി മുതൽ മുടി വരെ തീവ്രവാദ സ്വഭാവമുള്ള ഏക രാഷ്ട്രീയ സംഘടന ഏതാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്പർ 1 ആണ് നിരോധിച്ചത് ഇവരുടെ മാതൃസംഘടന PFI. നമ്പർ 2, അതായത് മകനെ പോലെ കൊണ്ടു നടക്കുന്ന സംഘടന SDPI. ആ സംഘടനയാണെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ UDFന്റെ കൂടെയാണെന്ന്. ഇവർ LDFന്റെ കൂടെയും പോവും, UDFന്റെ കൂടെയും പോവും. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് കൂട്ടായി നിൽക്കുന്ന ആളുകളുടെ കൂടി ഈ നാടിനെ 2ആക്കിയും 4ആക്കിയും 8ആക്കിയും 16ആക്കിയും വിഭജിച്ചുകൊണ്ട് കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമാക്കുന്ന ഈ രാഷ്ട്രീയ ശൈലിയോട് ഞങ്ങൾ എന്നും വിരോധം പറഞ്ഞിട്ടുണ്ട്, ഇനിയും അത് തുടരും. ശരി ശ്രീ ഉല്ലാസ് ബാബു. ശ്രീ സേനാപതി വേണു, ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല.
SDPI പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്കറിയാം CPM-ലെ മുതിർന്ന നേതാക്കളാണ് കോൺഗ്രസിന്റെ നിലപാട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയത്. പൊതുസമൂഹത്തിൽ നിന്നും ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോഴും പറയുന്നത് ഒരു ഒഴുക്കൻ മട്ടിലാണ്, തീവ്രവാദ ശക്തികളുമായി തങ്ങൾക്ക് ബന്ധമില്ല, ആരെങ്കിലും പിന്തുണ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും, വ്യക്തികൾക്ക് വോട്ട് ചെയ്യുകയല്ലേ എന്ന്. പക്ഷേ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, തങ്ങൾക്ക് ആരുടെയൊക്കെ വോട്ട് സ്വീകരിക്കാം എന്നുള്ളതിലൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അത് തുറന്നു പറയാൻ എന്തിനാണ് മടി? അല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ബഹുമാന്യ എന്റെ സ്നേഹിതൻ ശ്രീ ഉല്ലാസ് ബാബു, അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഞങ്ങളാണ് വിഭജനത്തിന്റെ വിത്തുകൾ പാകിയത്. ഞങ്ങൾ വിഭജിക്കുകയല്ല ചെയ്തത്. 16ഓ 20ഓ കഷ്ണങ്ങളാകേണ്ടിയിരുന്ന ഈ രാഷ്ട്രത്തെ ഒന്നാക്കി നിർത്തിയത് അത് കോൺഗ്രസിന്റെ മതേതര നിലപാടുമാണ്. ആ മതേതര നിലപാട് കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാതെ തുടരുന്നത് കൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, ഈ രാജ്യത്തിന്റെ ഭരണഘടനയും സംവിധാനവും ഒക്കെ ഇന്നോളം നിലനിന്നത്. ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. എല്ലാ കാലഘട്ടത്തിലും എല്ലാ വർഗീയതയോടും, അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും. ശ്രീ ഉല്ലാസ് ബാബുവിനോട് ഞാൻ പറയുന്നു, നിങ്ങൾ രണ്ടു കൂട്ടരും സംസാരിക്കുന്നത് ആയുധത്തിന്റെ ഭാഷയാണ്. മനുഷ്യനെ കൊല്ലാൻ ട്രെയിനിങ് കൊടുക്കുന്ന സംഘടനകൾ നിങ്ങൾ രണ്ടു കൂട്ടരുമാണ്. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാഷയും അത് തന്നെയാണ്. ആ കാര്യത്തിൽ നിങ്ങൾ ആരും ഹോളി കൗസ് അല്ല, വിശുദ്ധ പശുക്കളല്ല. നിങ്ങൾ രണ്ടു കൂട്ടരുടെയും നിലപാട് അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, അങ്ങ് ആദ്യം പറഞ്ഞ പോലുള്ള ആ മസ്തിഷ്ക പ്രക്ഷാളനം, അങ്ങനെ അണികളെ സജീവമായി ആയുധമാക്കി നിർത്തുന്ന ആ നിലപാടുകൾക്കെതിരെയാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും. നിങ്ങൾക്കതിനെ എന്താ പറഞ്ഞ ഞങ്ങളുടെ ഭീരുത്വമെന്നോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഞങ്ങൾ അണുവിട അല്ലെങ്കിൽ കടുകിട വ്യത്യാസമില്ലാതെ ഞങ്ങൾ പറയുന്നു, കോൺഗ്രസ് എന്ന ആ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വം. ആ മതേതരത്വത്തിന്റെ അർത്ഥം ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുക, ഭൂരിപക്ഷമുള്ളവൻ ഭൂരിപക്ഷമില്ലാത്തവനെ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ ചവിട്ടി മെതിക്കുക എന്നുള്ളതൊന്നുമല്ല. അത് കൃത്യമായി തന്നെ അവരവർക്ക് ഉള്ള ആ സ്പേസ് കൊടുത്തുകൊണ്ട് എല്ലാവരെയും അംഗീകരിച്ചു പോകുന്ന ആ മതേതരത്വമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്നോളം സ്വീകരിച്ചത്. ഈ പാർട്ടി ഉള്ളിടത്തോളം കാലം അത് സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടി, ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ, ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ള എല്ലാ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുമായി ഞങ്ങൾ സന്ധിയില്ലാത്ത സമരത്തിലാണ്. അങ്ങ് പുന്നൻ ഔഷാദിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അതെ, ഞങ്ങൾ സന്ധി ചെയ്യാത്തവരായതുകൊണ്ടാ. ഞങ്ങളാണല്ലോ എല്ലാവരുടെയും ശത്രുക്കൾ. ഞങ്ങൾ എല്ലാവരുടെയും ശത്രുക്കളാകാനുള്ള കാരണം അത് തന്നെയാണ്. ഞങ്ങൾ എടുക്കുന്ന നിലപാടുകളാണ്. ആ നിലപാടുകളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുക. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു, അവിടുത്തെ ധാർമ്മികതയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് SDPI പോലുള്ള സംഘടനകളുമായി ഒരു ബന്ധവുമില്ല. ആ ബന്ധം കേരളത്തിൽ തുടർന്നിരിക്കുന്നത് അത് ഇടതുപക്ഷമല്ല, CPM ആണ്. അവര് ഒളിഞ്ഞും തെളിഞ്ഞും CPM-ഉമായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർ ബാന്ധവമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തപ്പോഴേക്കും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പിന്തുണ തന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും നിനക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ വോട്ട് അത് കളങ്കിതമാണ്, അതുകൊണ്ട് വേണ്ട എന്ന്. കാരണം ഇതൊന്നും ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവർ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെ ആരെയും കാണിച്ചിട്ടല്ലോ. അവർ പ്രഖ്യാപിക്കാതിരിക്കട്ടെ. ഞങ്ങൾ ഈ സംഘടനയുമായി ഒരു ബന്ധവും ഞങ്ങൾക്ക് ഇന്നലെയുമില്ല, നാളെയുമില്ല എന്ന് ഞങ്ങൾ ജനാധിപത്യത്തിലില്ല. സേനാപതി വേണുണ്ട് ജനാധിപത്യത്തിലായിരിക്കും. രേണുക പോയിന്റ് എടുത്തു പറ. ശരി, ശ്രീ സേനാപതി വേണു നേരത്തെ മുതൽ തന്നെ അത് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ചോദ്യം അത് തന്നെയാണ് ശ്രീ സേനാപതി വേണു, എന്തുകൊണ്ട് പരസ്യമായി നിരാകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, താങ്കൾ ചർച്ചയ്ക്കിടെ പറയുകയുണ്ടായി ഈ SDPI കോൺഗ്രസ് പാർട്ടി കള്ളന്മാരുടെ സംസ്ഥാന സമ്മേളനം. ശരി, എത്താം BJP-യിലേക്ക് വരുന്നത്. രണ്ടുപേരിലേക്കും എത്താം. ശ്രീ സേനാപതി വേണു, താങ്കൾ ചർച്ചയ്ക്കിടെ പറയുകയുണ്ടായല്ലോ SDPI-യുടെ ഈ പിന്തുണ പ്രഖ്യാപിക്കലിനെ സംശയദൃഷ്ടിയോടെ കാണുന്നു എന്നുള്ളത്. അതെന്തായാലും ഇടതുപക്ഷ പ്രതിനിധി എത്തിയിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗം ഇങ്ങനെ ചൂടുപിടിച്ചിരിക്കുകയാണ്. SDPI പരസ്യ പിന്തുണ UDF-ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുശേഷം വന്ന പ്രതികരണങ്ങളൊക്കെ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു. കാരണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അത് നിരാകരിക്കുന്ന പ്രസ്താവനകളൊന്നും വന്നില്ല. CPM-ന്റെ പല ഉന്നത നേതാക്കളും, വിജയരാഘവൻ, MP രാജേഷ്, EP ജയരാജൻ, അവരൊക്കെ തന്നെ പറഞ്ഞത് തീവ്രവാദ ശക്തികളും UDF-ഉമായിട്ടുള്ള ബന്ധം പണ്ട് മുതൽക്കേ ഉണ്ട്, ഞങ്ങൾക്കതില്ല എന്നാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലടക്കം നമുക്ക് കാണാവുന്നതാണ്, കുറേ ലിസ്റ്റുകളുണ്ട് SDPI പിന്തുണയോടുകൂടി മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നത് CPM. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് എങ്ങനെയാണ് ഈ കാര്യത്തിൽ?
ഇടതുപക്ഷത്തിന് വളരെ വ്യക്തമായ നിലപാടുണ്ട്. അത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. നിരോധിക്കപ്പെട്ട PDP അല്ലെങ്കിൽ PFIയോ SDP പോലുള്ള സംഘടനകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് അവരുടെ ആരുടെയും വോട്ട് വേണ്ട എന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ SDP പിന്തുണയുമായിട്ട് വന്നപ്പോൾ കോൺഗ്രസ്, വിശേഷിച്ച് കേരളത്തെ സംബന്ധിച്ച് അതിന്റെ KPCC പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കേണ്ടത്. തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം. ശരിയാണ്, ശ്രീ സേനാപതി വേണു പറഞ്ഞതുപോലെ ജനാധിപത്യ പ്രക്രിയയെ വിശേഷിച്ച് ചെറിയ ചെറിയ പാർട്ടികൾ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ ഇലക്ഷനിൽ മാറി നിൽക്കുകയോ ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ SDP കേരളത്തിൽ ജയിച്ചത് 2,62,623 വോട്ടാണ് 20 മണ്ഡലത്തിൽ കൂടെ ജയിച്ചത്. അതിൽ അവർക്ക് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയ മണ്ഡലമുണ്ട്. ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയ കോട്ടയത്താണ് 3,513 വോട്ട്. മലപ്പുറത്താണ് 47,853 വോട്ട് കിട്ടിയത്. പക്ഷെ ഈ വോട്ടുകളൊന്നും ഈ ലോക്സഭാ ഇലക്ഷനെ സംബന്ധിച്ചൊരു നിർണായക വോട്ടുകളല്ല. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 10 ലക്ഷത്തിൽ കൂടുതൽ വോട്ടാണ് ഇവിടെ പോൾ ചെയ്യപ്പെടുന്നത്. അപ്പൊ 10 ലക്ഷം വോട്ട് പോൾ ചെയ്യുന്നിടത്ത് 3,000, 5,000, 10,000 എന്നൊക്കെ പറയുന്നത് ഒരു വോട്ടല്ല. മലപ്പുറത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നത് 40. അവിടെ പക്ഷെ ഭൂരിപക്ഷം 2,60,000 വോട്ട് ഉണ്ടായിരുന്നു അവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ രാഷ്ട്രീയമല്ല അവിടെ പ്രശ്നം. അവർക്ക് ഒരു വോട്ടോ 2 വോട്ടോ എന്നുള്ളതല്ല പ്രശ്നം. SDPIയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തെയാണ് ഇടത് ജനാധിപത്യ പ്രസ്ഥാനങ്ങളായാലും കോൺഗ്രസ് പോലെയുള്ള മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളായാലും വിലയിരുത്തുന്നത്. ഇപ്പൊ ഇടത് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നോക്കിക്കാണുമ്പോഴും അതിനെ വിലയിരുത്തുമ്പോഴും അതിന്റെ ദേശീയബോധം എന്താണെന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാം SDP എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനെ പലയിടത്തും ശരിയാണ് ശ്രീ അവതാരക പറഞ്ഞതുപോലെ ചില തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചിലയിടത്ത് UDF-ഉമായിട്ട് ചിലയിടത്ത് LDF-ഉമായിട്ട് ചില ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലയിടത്ത് LDF അത് പരസ്യമായിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ ഒരു പക്ഷേ BJP നേതാവ് പറഞ്ഞേക്കാം ഞങ്ങൾ 20 പേര് മത്സരിക്കുന്നു, 20 പേര് ഒരു മുന്നണിയുടെ ഭാഗമാണ്. ശരിയാണ്, കേരളത്തിൽ BJP എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിനും ഇടതുപക്ഷമായാലും ഞങ്ങൾക്ക് മുന്നിൽ ഒരു വെല്ലുവിളി എന്നുള്ള പാർട്ടിയല്ല കേരളത്തിൽ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ മത്സരിക്കുന്നു. കേരളത്തിൽ അങ്ങനെ 20 സീറ്റിൽ ഇന്ത്യ മുന്നണി തമ്മിൽ മത്സരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ അങ്ങനെ മത്സരിക്കുന്നു. കാര്യം അത് തീർച്ചയായിട്ടും പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഒരു ദേശീയ പ്രശ്നമല്ലത്. ദേശീയ തലത്തിൽ ഞങ്ങളുടെ മുഖ്യ ശത്രു എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് SDP എന്നിങ്ങനെ ഒരു നിലപാട് വന്നപ്പോൾ വ്യക്തമായ ഒരു പ്രതികരണം ഉണ്ടാകാമായിരുന്നു. അത് വിശേഷിച്ച് KPCC പ്രസിഡന്റ് ആയിരുന്നു അതിന് ഉത്തരവാദപ്പെട്ടയാണ്. ഞങ്ങൾക്ക് ഈ വോട്ട് വേണ്ട, അവർ ചെയ്തോട്ടെ എന്നുള്ളതല്ല, തീർത്തും ഞങ്ങൾക്ക് ഈ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് SDP-യുടെ പിന്തുണ. പിന്നെ എന്റെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ പൊതുവെ ഒരു ചൊല്ലുണ്ട്, കോൺഗ്രസ്സുകാരെ കുറിച്ചാണ്. പകല് കോൺഗ്രസ്, ഹിന്ദുക്കളാണെങ്കിൽ പകല് കോൺഗ്രസ്, രാത്രിയിൽ RSS-കാരാണ്. മുസ്ലിങ്ങളാണെങ്കിൽ പറയും ഒരു പകല് കോൺഗ്രസ്, രാത്രിയിൽ PDP ആണ്. ഇങ്ങനെ ഒരു ചൊല്ല് പല സ്ഥലങ്ങളിലുണ്ട്. പകൽ അവര് ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിട്ട് രാത്രിയിൽ ചില മറ്റു പാർട്ടികളിലേക്കൊക്കെ മാറുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ദേശീയത അടിയുറച്ചു നിൽക്കാൻ, ഭാരതത്തിന്റെ ഐക്യതയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഏത് തരത്തിലുള്ള വിധ്വംസക പ്രവർത്തകനുമായാലും അതുപോലെ തന്നെ ദേശവിരുദ്ധ ശക്തികളെയും ദേശത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ശക്തികളെയും മാറ്റി നിർത്തും. ഇവിടെ ബഹുമാനപ്പെട്ട BJP നേതാവ് സംസാരിക്കുന്ന വാചകമാണ് ഞാൻ അവസാനമായി കേട്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയതയിൽ അടിയുറച്ചു നിൽക്കുന്നതും ഐക്യം കാത്തു സൂക്ഷിക്കുന്നതും തീരെ വർഗീയത ഇല്ലാത്ത ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ വാക്ക് ദേശീയത ബോധമെന്നാണ്. ഭാരതത്തിന്റെ ദേശീയത എന്താണെന്ന് ആ സുഹൃത്ത് എനിക്കൊന്ന് പറഞ്ഞാണ്. ഭാരതത്തിന്റെ ദേശീയത എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഓർമ്മയ കാലം പോലെ പഠിച്ചു വരുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം ഒന്നാണ്, രണ്ടല്ലെന്ന് കാണുന്ന ഒരു ദേശീയതയാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പൊ ഭാരതത്തിന്റെ ദേശീയതയാണ് BJP വിശ്വസിക്കുന്നതെങ്കിൽ, BJP-യുടെ അടിത്തറയെങ്കിൽ അതിന് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വ്യത്യാസമില്ലാതെ ഉണ്ടാകുന്ന നിയമങ്ങളും അവർ നടപ്പിലാക്കുന്ന പരിപാടികളും എല്ലാം തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകും. ഇവിടെ ഞാൻ അതിന്റെ ചർച്ചയിലേക്ക് പോകുന്നില്ല. CAA പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ പല കാര്യങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായ മൗലവി കേസ്,
അതിനകത്ത് കോടതി വിധി വന്ന കാര്യം നമ്മുടെ ചർച്ച ചെയ്തതാണ്. ശരി അപ്പൊ ആ ഭാരതത്തിന്റെ ദേശീയതയെ അല്ല ശ്രീ ബൽദേവ്, ഒരു സംശയം. താങ്കൾ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലുള്ള SDPIയുടെ പിന്തുണ പ്രഖ്യാപിക്കലാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് പത്തനംതിട്ട കോട്ടങ്ങൽ പഞ്ചായത്തും ആലപ്പുഴയിലെ CPM SDPI ബന്ധവും ഈരാറ്റുപേട്ടയിൽ നിന്ന് വട്ടവടയിലേക്ക് എത്ര ദൂരം എന്നുള്ള ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടതും അതൊക്കെ എങ്ങനെയാണ് ലാഘവത്തോടുകൂടി തിരസ്കരിക്കാൻ കഴിയുക? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ആയിട്ടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സഖ്യമാകാം എന്നാണോ? എന്നല്ല, ഒരിക്കലും ആകാം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. പ്രാദേശികമായിട്ട് ചില ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കൊല്ലം ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം വന്നു. BJP-കാരൻ പിന്തുണയ്ക്കുന്നുണ്ടപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതികൾ ഇറങ്ങിപ്പോകുന്നു. ചവറയിലെ തെക്കുംഭാഗം എന്ന് പറയുന്ന പഞ്ചായത്തിൽ അവിടെ BJP വരെ അങ്ങോട്ട് ബാക്കി 2-6 നിൽക്കുകയാണ്. അവിശ്വാസ പ്രമേയത്തിനെ അനുകൂലിച്ച് വന്നാൽ BJP-യുടെ വോട്ടോടുകൂടി അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് പുറത്താകുന്നുണ്ടപ്പോൾ ആ വോട്ടിംഗിൽ പങ്കെടുക്കാതെ ഇടതുപക്ഷം ഇറങ്ങിപ്പോരുത്. കാര്യം അവിടെ പിന്തുണ വരാൻ പോകുന്നത് BJP-യുടെ. പക്ഷേ കോട്ടങ്ങൽ പഞ്ചായത്തിൽ മൂന്നാമത് അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം ഉണ്ടായില്ല. ഞാൻ പറയട്ടെ, ഞാൻ അഡ്മിറ്റ് ചെയ്തല്ലോ, ഉണ്ടായി, പക്ഷേ മൂന്നാമത് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ദുഃഖകരം. കാരണം അഭിമന്യു വധക്കേസിലെ പ്രതികളിൽ ഒരാളുടെ വോട്ടോടുകൂടി അല്ലെങ്കിൽ പിന്തുണയോടുകൂടി എന്നുള്ളതാണ് അവിടെ ഉയർന്നു വന്ന ചോദ്യം. അതുകൊണ്ടാണല്ലോ CPM-നുള്ളിൽ നിന്ന് തന്നെ ആ പ്രദേശമാകെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വട്ടവടയിലേക്ക് എത്ര ദൂരം എന്നുള്ള ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. അല്ല, നമ്മൾ സംസാരിക്കുന്ന പറഞ്ഞല്ലോ രോഹിണി, നമ്മൾ സംസാരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതല്ല, താഴോട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും. ആ ഒരു അഭിപ്രായം എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീ ബൽദേവ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസാരിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഈ കക്ഷികളുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇവരുടെയൊക്കെ വോട്ട് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് പറയുന്നതും അത് എത്രമാത്രം വൈരുദ്ധ്യമുള്ളതാണ്? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ആരും പറഞ്ഞതൊന്നുമില്ല. ഞാൻ തുടക്കത്തിൽ അഡ്മിറ്റ് ചെയ്തല്ലോ, പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ പ്രാദേശികമായി ചില സ്ഥലങ്ങളിൽ ചില ഇഷ്യൂസ് അല്ലല്ലോ, ചില ധാരണകളല്ലേ? ആയിക്കോട്ടെ, ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഭരണം കൈയാളുകയല്ലേ? അവിടെ എങ്ങനെയാണ് ആ ധാരണകൾ തുടർന്നും ഉണ്ടാകില്ലേ? ഇപ്പോൾ SDPI തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചില മണ്ഡലങ്ങളിൽ CPM-നെ പിന്തുണയ്ക്കുമെന്നുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണല്ലോ. 140 മണ്ഡലങ്ങളിൽ 90 മണ്ഡലങ്ങളിലും SDPI-യുടെ സഹായം CPM-ന് ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, SDPI-യുടെ വോട്ടിന്റെ കണക്കതായി ഉണ്ട്. കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും അവർക്ക് ആകെ ഏറ്റവും SDPI-യുടെ കണക്കുകളൊക്കെ അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം 6820, അത് താങ്കൾ നേരത്തെ വായിച്ചതുപോലെ അതൊക്കെ കൃത്യമായി ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് തന്നെയാണ് 47,000-ലധികം വോട്ടുകൾ. അതൊക്കെ കൂട്ടിച്ചേർക്കലുകൾ നടത്തുമ്പോൾ നിർണായകമാകും ശ്രീ ബൽദേവ്. ഇല്ല, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് 10 ലക്ഷം വോട്ട് പോൾ ചെയ്യുന്നിടത്ത് UDF-ന്റെയോ LDF-ന്റെയോ വിജയസാധ്യത 1% നോട്ടേക്കാൾ താഴെയാണ് പലയിടത്തും SDPI-യുടെ വോട്ട്. അതൊന്നും അതിനെ സ്വാധീനിക്കുന്നതല്ല. അവർക്ക് ആകെ വോട്ട് കിട്ടിയെന്ന് പറയാൻ 48,000 വോട്ട് കിട്ടിയെടുത്ത് 47,853 വോട്ട് കിട്ടിയെടുത്ത് അവിടുത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 2,60,000 ആയിരുന്നു. അത് UDF ആണ്. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കില്ല. അതുപോലെ തന്നെ അവർക്ക് 2ാം സ്ഥാനം വന്ന് 26,000 വോട്ട് കിട്ടിയ പൊന്നാനിയിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ 1,93,000 ആയിരുന്നു. അപ്പൊ അവിടെ കൊല്ലം ജില്ലയിൽ ഇവിടെ UDF ആണ് ജനിച്ചത്, 1,40,000 വോട്ട് കിട്ടി. അവർക്ക് ഉണ്ടായിരുന്ന വോട്ട് 11,000 വോട്ടാണ്. അപ്പൊ ഈ വോട്ടൊന്നും ഇവിടുത്തെ നമ്മുടെ ഇലക്ഷനെ സ്വാധീകരിക്കുന്ന വോട്ടുകളെ അല്ല. പിന്നെ ത്രിതല പഞ്ചായത്ത് ശരി, ഒരു പഞ്ചായത്ത് ചിലപ്പോൾ 5 വോട്ടിനോ 10 വോട്ടിനോ ഒക്കെ ജയിക്കുകയോ നോക്കുകയൊക്കെ ചെയ്യാം. അവിടെ ചിലപ്പോൾ അങ്ങനെയുള്ള വോട്ടുകൾക്ക് സ്വാധീനം ഉണ്ടാവും. ലോക്സഭാ ഇലക്ഷനിൽ 5,000-10,000 വോട്ട് 10 ലക്ഷം വോട്ട് പോൾ ചെയ്യുന്നിടത്ത് ഈ വോട്ടൊന്നും വിജയ സാധ്യതയായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. പക്ഷേ ചെങ്ങന്നൂർ മേഖലയിൽ കൂട്ടരാജിയായിരുന്നു. 14 അംഗങ്ങളാണ് CPM ഇന്ന് രാജിവെച്ച് മാറിയത്. ഈ SDPI ബന്ധം ആരോപിച്ച് അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ഷീദിന് ബിസിനസ് ബന്ധങ്ങളുണ്ടത്. അതുമാത്രമല്ല, അന്ന് വന്ന വാർത്തകളൊക്കെ നമ്മൾ ഇപ്പോഴും മറന്നിട്ടില്ല. കഞ്ചാവ് കച്ചവടം, വാഹന ഇടപാടുകൾ, ഇതൊക്കെ അന്നേ വന്നതാണ്, പുറത്തു വന്നതാണ്. അതിപ്പോ BJP-യുടെ എത്രയോ നേതാക്കന്മാരുടെ BJP-യുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കണ്ണൂരുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇതിനൊക്കെ പിടിച്ചല്ല. അപ്പൊ അതിലേക്ക് കടന്നു പോകണമെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. BJP-യുടെ പിന്നെ വിപിൻ ഷാ എന്ന് പറയുന്ന കർണാടക MLA, അദ്ദേഹത്തിന്റെ മകനെയും കൂടെ അറസ്റ്റ് ചെയ്തില്ലേ? കോടിക്കണക്കിലൂടെ ഏത് ഇടി പോയി. മകനെയും കൂടെ MLA, അദ്ദേഹത്തിന്റെ മകനെയും കൂടെ അദ്ദേഹത്തിന്റെ സോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ചെയർമാൻ കൂടിയാണ്. അപ്പൊ അതൊന്നും നമ്മളെ കടന്നുണ്ട്. അഴിമതിയുടെ കാര്യത്തിലേക്കൊന്നും പോകണ്ട. അഴിമതിയുടെ കാര്യത്തിൽ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാര് ഇപ്പോൾ താവളം കണ്ടെത്തിയിരിക്കുന്നത് BJP-യിലാണ്. കോൺഗ്രസിൽ നിന്ന് അഴിമതി കാണിച്ചവരാണ്. പിന്തുണ പരസ്യമായി സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. ശ്രീ ബൽദേവ്, ഒരേ ഒരു കാര്യം
ശ്രീ ബൽദേവ്, ഒരേ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഒരേ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ SDPI വാർത്താ സമ്മേളനം നടത്തി UDF-നാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ അവർ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതികരണം ഏത് രീതിയിലാകുമായിരുന്നു? തീർച്ചയായിട്ടും പരസ്യമായിട്ട് തന്നെ പറയുമായിരുന്നു ഞങ്ങൾക്ക് SDPI-യുടെ പിന്തുണ വേണ്ട എന്ന്. CPM-ന്റെയും CPI-യുടെയും ഇടതുപക്ഷത്തിലുള്ള എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാര് പരസ്യമായിട്ട് പറയുന്നത് യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാടുകളിൽ ഞങ്ങൾ ഒരു വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുനിൽക്കില്ല. ചില ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടന്നിട്ടുണ്ട്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ SDPI-യുടെ കൂട്ടൊന്നും ചങ്ങാത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട. അതൊന്നല്ല, ഇത് നാളെ RSS-കാർ ജനതയുള്ള തെക്കുംഭാഗത്ത് BJP-കാർ ഞങ്ങൾക്ക് അനുകൂലം, ഞങ്ങൾക്ക് വേണ്ട. ആ വർഗീയ ശക്തിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇപ്പൊ എന്താണ് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം, കൊല്ലം ജില്ലയിൽ തെക്കുംഭാഗം എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മറിക്കാനായിട്ട് ഇടതുപക്ഷം അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ BJP-കാർ ഞങ്ങളോടൊപ്പം നിന്നു, ഞങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു. ആ BJP എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയല്ലേ. SDPI വർഗീയ ശക്തി, മതതീവ്രവാദ ശക്തിയല്ല എന്നല്ലേ ബൽദാവ് പറഞ്ഞത്? ഞാൻ അവരുടെ പിന്തുണ ആവാം, അവരുടെ പിന്തുണ ആവാം. അല്ല, ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കൊന്നും വേണ്ടത്, ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് പോവാ. നിങ്ങൾ ഈ SDPI എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ പിന്തുണ വാങ്ങിക്കുമ്പോ അവർ മതതീവ്രവാദ വർഗീയവാദികളല്ല എന്ന് ബൽദേവ് ഇപ്പുറത്ത് അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് വേണ്ട എന്നാ പറഞ്ഞു. ഞങ്ങൾക്ക് SDPI-യുടെ ഒരു തീവ്രവാദ സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ട. അഭിസാരികയുടെ ചരിത്ര പ്രസംഗം നടത്തേണ്ടതില്ല. ജനം TV ആണെന്ന് വിചാരിച്ച്, ഞങ്ങളുടെ ചാനലാണെന്ന് വിചാരിച്ച് മറ്റുള്ളവര് ചർച്ച ചെയ്യുമ്പം അതിലേക്ക് കടന്നു കയറേണ്ട ആവശ്യമില്ല. അത് കൃത്യമായിട്ട് അറിയാം. 4 തവണ നിരോധിക്കപ്പെട്ട RSS എന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി ജനം ചാനലിൽ വന്ന് മറ്റ് പ്രസ്ഥാനങ്ങളെ, ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന സമീപനം ശരിയല്ല. രോഹിണി അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. ശരി, ഞാനെത്താം.